ഏവർക്കും നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻവർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളും അവിടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അവയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിക്കാതെ അവയുമായി ബന്ധപ്പെട്ട് വരുന്ന പരമാവധി കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോനാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയോഗിച്ച കമ്മീഷനാണ് ഫസൽ അലി. ഫസൽ അലി കമ്മീഷനെ നിയോഗിച്ചത് 1953 അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷനാണ്. ഫസൽ അലി കമ്മീഷനെ നിയമിച്ചതെന്നാണ് 1953 ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് KM പണിക്കരും HN കുൻസ്രുവും. ആരൊക്കെയാണ്? KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് 1956 നവംബർ 1 അപ്പോൾ സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1 ആദ്യമായി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. അപ്പോൾ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ എത്രയായിരുന്നു? 565 കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചത് പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് VP മേനോനാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ ആരായിരുന്നു? VP മേനോനാണ്. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളിയും VP മേനോനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? VP മേനോനാണ്. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളിയും VP മേനോനാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്നു VP മേനോൻ. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളിയാണ് VP മേനോൻ. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളിയും VP മേനോൻ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. അപ്പോൾ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ചത്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ പോളോ? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. എന്നായിരുന്നു? 1948 ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പോൾ ഓപ്പറേഷൻ പോളോയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. 1948 ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത്. അപ്പോൾ ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് എന്നാണ്? 1948 ഇന്ത്യൻ യൂണിയനോട് ജുനഗഡിനെ ചേർത്തു. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് 1947 ഒക്ടോബർ 26 അപ്പോൾ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തതെന്നാണ്? 1947 ഒക്ടോബർ 26 കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തു. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ഗോവ വിമോചന സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു VK കൃഷ്ണമേനോൻ.
അപ്പോൾ ഗോവ വിമോചന സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്ഥാനപതിയും VK കൃഷ്ണമേനോനാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്ഥാനപതി ആരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. 1957 ജനുവരി 23 1957 ജനുവരി 23 എന്താണ് പ്രത്യേകത? ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ പ്രസംഗിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പോൾ 1957 ജനുവരി 23 ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ ആര് പ്രസംഗിച്ചു? VK കൃഷ്ണമേനോൻ. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും VK കൃഷ്ണമേനോനായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോനാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിനായി ഫസൽ അലി കമ്മീഷനെ നിയമിച്ചത് എന്നാണ്? 1953. സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നതെന്നാണ്? 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. ആദ്യമായി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകൻ, ഇന്ത്യയിലെ ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി, ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി, ഇതൊക്കെ ആരാണ്? VP മേനോനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഏതൊക്കെ? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ പോളോ എന്നാണ് അറിയപ്പെടുന്നത്. 1948 ഓപ്പറേഷൻ പോളോയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോനാണ്. 1948 ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത്. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് എന്നാണ്? 1947 ഒക്ടോബർ 26 സംസ്ഥാന പുനഃസംഘടന നിയമം നിലവിൽ വന്നത് 1956 ഗോവ വിമോചന സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്ഥാനപതിയുമാരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ 1957 ജനുവരി 23 ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ പ്രസംഗിച്ചത്. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും ആരായിരുന്നു? VK കൃഷ്ണമേനോനാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1653. അപ്പോൾ കൂനൻ കുരിശ് സത്യം നടന്ന വർഷം എന്നാണ്? 1653. ഉദയംപേരൂർ സുനഹദോസിന്റെ തുടർച്ചയായിട്ട് സംഭവിച്ചതാണ് കൂനൻ കുരിശ് സത്യം. അപ്പോൾ ഉദയംപേരൂർ സുനഹദോസ് എന്നാണ്? 1599 ഉദയംപേരൂർ സുനഹദോസ് നടന്നത്. അതിൽ 813 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അപ്പോൾ ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണ്? 813 പേരാണ് ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്തത്. കൂനൻ കുരിശ് സത്യത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ റോമാ സഭയെ ആദരിക്കുന്ന റോമാ സുറിയാനികളെന്നും പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്നവർ യാക്കോബായ സുറിയാനികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ കൂനൻ കുരിശ് സത്യത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ രണ്ടായിട്ട് തിരിഞ്ഞു. റോമാ സഭയെ ആദരിക്കുന്നവർ റോമാ സുറിയാനികളെന്നും പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്ന ക്രിസ്ത്യാനികൾ യാക്കോബായ സുറിയാനികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ കൂനൻ കുരിശ് സത്യം എന്നാണ്?
1653 ഉദയംപേരൂർ സുനഹദോസ് 1599. ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണ്? 813. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാം. AD 52. AD 52 പ്രത്യേകത സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിലെത്തി. സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിലെത്തിയത് എന്നാണ്? AD 52 സെന്റ് തോമസ് കൊടുങ്ങല്ലൂര് എത്തിയത്. AD 68 പ്രത്യേകത എന്താണ്? ജൂതന്മാർ കേരളത്തിലെത്തി. ജൂതന്മാർ കേരളത്തിലെത്തിയത് എന്നാണ്? AD 68. AD 644 മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നു. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നത് എന്നാണ്? AD 644. അപ്പോൾ 52 സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ വന്നു. 68 ജൂതന്മാർ കേരളത്തിലെത്തി. 644 മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നു. 825 AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. 1292 മാർക്കോപോളോ കേരളത്തിലെത്തി. മാർക്കോപോളോ ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ്. ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോപോളോ കേരളത്തിലെത്തിയത് 1292. 1409 ചൈനീസ് സഞ്ചാരിയായ മാഹ്വാൻ കേരളത്തിലെത്തി. മാഹ്വാൻ കേരളത്തിൽ വന്നതെന്നാണ്? ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ. 1409. 1498 പ്രത്യേകത എന്താണ്? വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങി. വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് എന്നാണ്? 1498. 1721 പ്രത്യേകത ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്നാണ്? 1721. 1741 കുളച്ചൽ യുദ്ധം. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി. അപ്പോൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായത് എന്നാണ്? 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയാകുന്നത്. തൃപ്പടിദാനം 1750 ജനുവരി 3 തൃപ്പടിദാനം. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം എന്നാണ്? 1750 ജനുവരി 3. കൊല്ലവർഷം 925. കൊല്ലവർഷം എന്നാണ്? 925. കൊല്ലവർഷം ആരംഭിക്കുന്നത് എന്നാണ്? 825. കൊല്ലവർഷം 925 തൃപ്പടിദാനം നടക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം. കൂനൻ കുരിശ് സത്യം എന്നാണ്? 1653. ഉദയംപേരൂർ സുനഹദോസ് എന്നാണ്? 1599. ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണ്? 813. AD 52 സെന്റ് തോമസ് കൊടുങ്ങല്ലൂരെത്തി. AD 68 ജൂതന്മാർ കേരളത്തിലെത്തി. AD 644 മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നു. 825 കൊല്ലവർഷം ആരംഭിക്കുന്നു. 1292 ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കേരളത്തിൽ എത്തുന്നു. 1409 ചൈനീസ് സഞ്ചാരിയായ മാഹ്വാൻ കേരളം സന്ദർശിക്കുന്നു. 1498 വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങി. 1721 ആറ്റിങ്ങൽ കലാപം. 1741 കുളച്ചൽ യുദ്ധം. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി. 1750 ജനുവരി 3 തൃപ്പടിദാനം. 1758 മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. എന്നാണ് മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്നത്? 1758. 1766 ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിച്ചു. അപ്പോൾ ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിച്ചതെന്നാണ്? 1766. 1812 പ്രത്യേകതയാണ് കുറിച്യർ ലഹള. അപ്പോൾ കുറിച്യർ ലഹള എന്നാണ്? 1812. അപ്പോൾ ഉദയംപേരൂർ സുനഹദോസ് നടന്ന സ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് ഉദയംപേരൂർ സുനഹദോസ് നടക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഉദയംപേരൂർ സുനഹദോസ് നടക്കുന്നത്? എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ കത്തോലിക്ക പള്ളിയിലാണ്. ഉദയംപേരൂർ സുനഹദോസിന് നേതൃത്വം നൽകിയത് ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സ് ഡി മെനസസ് ആണ്. ആരാണ്? അലക്സ് ഡി മെനസസ്. അലക്സ് ഡി മെനസസ് ആണ് ഉദയംപേരൂർ സുനഹദോസിന് നേതൃത്വം നൽകിയത്. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്നു അലക്സ് ഡി മെനസസ്. ഉദയംപേരൂർ സുനഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ മാർപ്പാപ്പയുടെ അധികാര പരിധിയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഉദയംപേരൂർ സുനഹദോസിന്റെ ലക്ഷ്യം. ഉദയംപേരൂർ സുനഹദോസിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവരിൽ നിലവിൽ വന്ന 2 വിഭാഗങ്ങളാണ് കൊച്ചിൻ രൂപതയും സുറിയാനി രൂപതയും. അപ്പോൾ കൂനൻ കുരിശ് സത്യം എന്നാണ്? 1653. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചുവന്ന രക്താണുക്കൾ.
അപ്പോൾ ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ചുവന്ന രക്താണുക്കൾ. 3 തരം രക്താണുക്കളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിങ്ങനെ 3 തരം രക്താണുക്കളാണ് ഉള്ളത്. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അപ്പോൾ എത്ര തരം രക്താണുക്കളാണുള്ളത്? 3 തരത്തിലുള്ള രക്താണുക്കളാണുള്ളത്. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അരുണരക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ വരുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ്? സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്താണ്? അരുണരക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ വരുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. RBC രൂപം കൊള്ളുന്നത് എവിടെയാണ്? RBC രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. അപ്പോൾ RBC രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അപ്പോൾ എവിടെയൊക്കെ വെച്ചാണ് അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത്? കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹ. എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ്. അപ്പോൾ അരുണരക്താണുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എറിത്രോസൈറ്റുകൾ. അപ്പോൾ എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായ അവസ്ഥയാണ് പോളിസൈത്തീമിയ. അപ്പോൾ പോളിസൈത്തീമിയ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? പോളിസൈത്തീമിയ എന്നറിയപ്പെടുന്നു. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ ഏതാണ്? മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ. അണുരക്താണുക്കളാണ് മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസം അഥവാ 4 മാസമാണ്. 120 ദിവസം അഥവാ 4 മാസമാണ് അരുണരക്താണുക്കളുടെ ആയുസ്. ഏറ്റവും വലിയ രക്താണു ഏതാണ്? ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കൾ. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫിൽ. അപ്പോൾ ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ്? ന്യൂട്രോഫിൽ ആണ്. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏത് പേരിൽ അറിയപ്പെടുന്നു? മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? രക്താർബുദം അഥവാ ലുക്കീമിയ എന്നറിയപ്പെടുന്നത്. എന്താണ്? രക്താർബുദം അഥവാ ലുക്കീമിയ എന്നാണ് അറിയപ്പെടുന്നത്. ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. WBCയുടെ ആയുസ് എത്രയാണ്? 10 മുതൽ 15 ദിവസം വരെയാണ് WBCയുടെ ആയുസ്. എന്നാൽ പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ് 4 മുതൽ 5 ദിവസം വരെയാണ്. 4 മുതൽ 5 ദിവസമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നു. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ്? 55% രക്തത്തിൽ പ്ലാസ്മയാണ്.
രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഏത്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. ഈ പഠിച്ചത്ര നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ആകെ 3 തരത്തിലുള്ള രക്താണുക്കളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അരുണരക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ വരുന്ന രോഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്നറിയപ്പെടുന്നു. RBC രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് ആണ് പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമാകുന്ന അവസ്ഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പോളിസൈത്തീമിയ എന്നറിയപ്പെടുന്നു. മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസം അഥവാ 4 മാസമാണ്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ശ്വേതരക്താണുക്കളാണ്. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫിൽ. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ല്യൂക്കോസൈറ്റ്. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ലുക്കീമിയ അഥവാ രക്താർബുദം. WBCയുടെ ആയുസ് എത്രയാണ്? 10 മുതൽ 15 ദിവസമാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ് 4 മുതൽ 5 ദിവസം വരെയാണ്. നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.